തിരുത്തേണ്ട പ്രവണതകൾ തിരുത്തണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിയിൽ തിരുത്തൽ ആവശ്യമെന്ന് മുതിർന്ന CPIM നേതാവ് ഡോക്ടർ TM തോമസ് ഐസക്. തുറന്ന മനസ്സോടെ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകണം. സൈബർ പോരാളികളുടെ ഇടപെടൽ വിപരീത ഫലമുണ്ടാക്കിയെന്നും ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തോമസ് ഐസക് വിമർശിച്ചു. അതിനിടെ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ CPIM നേതൃയോഗങ്ങൾ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എലിയനേഷൻ വന്നത്? പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലതാണ്. അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അതിലുള്ള ദേഷ്യമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള ആത്മവിമർശനത്തിൽ പാർട്ടിയിൽ തിരുത്തൽ വേണമെന്ന് സമ്മതിക്കുകയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്. തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണം. പാർട്ടി അനുഭാവികളുടെ പോലും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായെന്നും തോമസ് ഐസക്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ്. തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെ ഒന്നാണ്. അവരെങ്ങനെയാണ് ഇതുവരെ കൂടെ നിന്ന സ്ഥലത്ത് നിന്നും മാറിയത്? ഇതൊക്കെ തുറന്ന് പരിശോധിക്കേണ്ടി വരും. സൈബർ സഖാക്കൾ ഉപയോഗിക്കുന്ന ഭാഷ നിഷ്പക്ഷരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നുവെന്നും തോമസ് ഐസക്കിന്റെ വിമർശനം. അതേസമയം CPIMൽ ഇപ്പോൾ നടക്കുന്നത് നേതാക്കൾ തമ്മിലുള്ള പോരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. CPM നേരിടുന്നത് ഡീജനറേഷനാണ്, ജീർണതയാണ്. ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണ് ഈ കാണുന്നത്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കില്ലേ എന്ന് ഇപ്പം ഞങ്ങൾ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ CPIM നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.